അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പാക്കിംഗ് മെഷീനായിട്ടാണ്. അതായത് നമ്മളെ പ്രൊഡക്റ്റ് എന്തായിക്കോട്ടെ നമുക്ക് എക്സ്പോർട്ടിങ് ക്വാളിറ്റിയിൽ നല്ലൊരു മികച്ച രീതിയിൽ പാക്ക് ചെയ്യാൻ പറ്റിയൊരു മെഷീനറി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മെഷീനറി വരുന്നത് ഈ മെഷീനറിയാണ്. അതായത് ഇപ്പോൾ നട്ട്സ്, അതുപോലെ തന്നെ പിക്കിൾസ്, പിന്നെ ചിപ്സ്, നമുക്ക് നമ്മളെ പ്രൊഡക്ഷന് ഇപ്പോൾ കുറേ കാണാം, അതേപോലെ ടിൻ കേക്കുകൾ, ഇങ്ങനത്തെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനറിയാണിത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ബോട്ടിൽ നമ്മളെ പ്രോഡക്റ്റ് ഫില്ല് ചെയ്തതിന് ശേഷം ഈ നമ്മളെ ക്യാപ്പ് ഇതാണ് വരിക. ക്യാപ്പ് ജസ്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതേപോലെ നല്ല ലീക്കേജ് ഇല്ലാതെ നല്ല ക്വാളിറ്റിയിൽ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, പാക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അതേപോലെ പിക്കിൾസ് ആണെങ്കിൽ നമുക്ക് എക്സ്പോർട്ടിങ്ങിനൊക്കെ ലീക്കേജ് വരുന്ന പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷനിലൊക്കെ ലീക്കേജ് വരുന്ന പ്രശ്നങ്ങൾ വരും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സീലിംഗ് മെഷീൻ യൂസ് ചെയ്യാം. ഇതേപോലെ ജസ്റ്റ് ഇതുപോലെ സീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എന്താവും, ലീക്കേജ് ഇല്ലാതെ എന്ത് ചെയ്യുക, സീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ജസ്റ്റ് ഇതിനൊരു ഓവർ ക്യാപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി സെക്യൂർഡായി. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിന് നല്ലൊരു സ്റ്റിക്കറും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഇതുപോലെ നമുക്ക് ചിപ്സ് ഐറ്റംസും എന്ത് ചെയ്യുക, സീൽ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഏത് പ്രോഡക്റ്റ് ആയാലും നമുക്കത് ഇതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, സീൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മളെ പാക്കിങ്ങിനെ മെച്ചപ്പെടുത്തുന്ന ഈ ഒരു മെഷീനറിക്ക് വേണ്ടിയിട്ട് താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക.